ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ, എന്നെ പിടിച്ചുകൊണ്ട് പോകൂ. പറയുന്നത് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ. ഗുസ്താവോ പെട്രോ അമേരിക്കയുടെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചിരിക്കുന്നു. അമേരിക്കയുടെ നേർക്കുനേർ വെല്ലുവിളിച്ചിരിക്കുന്നു. വെനസ്വേലയിൽ അമേരിക്ക കാണിച്ച ഗുണ്ടായുസത്തെ ശക്തമായ ഭാഷയിലാണ് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ അപലപിച്ചത്. ട്രംപിന് ധൈര്യമുണ്ടെങ്കിൽ തന്നെ പിടിച്ചുകൊണ്ടു പോകാൻ അദ്ദേഹം വെല്ലുവിളിച്ചു. കൊളംബിയ അമേരിക്കയുടെ നോട്ടപ്പുള്ളിയാണ്. വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ യുദ്ധത്തിന് അല്ലെങ്കിൽ അമേരിക്ക നടത്തിയ ചെറ്റത്തരത്തിന് ന്യായീകരണമില്ല. വെനസ്വേലയിലെ എണ്ണ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി അമേരിക്ക കാട്ടിക്കൂട്ടിയ കോപ്രായം. UN-ൽ ഇറാൻ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. മെക്സിക്കോ കഴിഞ്ഞാൽ ഇറാനാണ് അമേരിക്കയുടെ മുഖ്യ ശത്രു. ഇറാനെ തകർക്കാൻ വേണ്ടി അവിടെ കലാപങ്ങൾ ഉണ്ടാക്കുകയാണ്. അവിടെ ആഭ്യന്തര കലാപം ഉണ്ടാക്കിയിരിക്കുന്നു അമേരിക്ക. ഖൊമൈനി റഷ്യയിലേക്ക് പോകുമെന്ന വാർത്തകൾ പരക്കുന്നു. ഖൊമൈനിയും അമേരിക്കയോട് പറയാതെ പറയുന്നത് പേടിച്ചു പോയെന്ന് പറഞ്ഞേക്ക് എന്നാണ്. ഇറാൻ അമേരിക്കയ്ക്ക് നേരെ മിസൈലുകൾ വിന്യസിച്ചു കഴിഞ്ഞു. ക്യൂബയാണ് ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്കയ്ക്കെതിരെ ആഞ്ഞടിച്ചത്. വെനസ്വേലയുടെ പ്രസിഡന്റിന്റെ സംരക്ഷണം ക്യൂബൻ സൈന്യത്തിനായിരുന്നു. വർഷങ്ങളായി അവർ അത് ചെയ്തു വരുന്നു. 32 ധീര സൈനികർ അമേരിക്കയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതായി ഐക്യരാഷ്ട്രസഭയിൽ ക്യൂബ സ്ഥിരീകരിച്ചു. അമേരിക്കയുടെ ധാർഷ്ട്യത്തിന് മുമ്പിൽ ക്യൂബ മുട്ടുമടക്കില്ലെന്ന് ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയിൽ ഇറാൻ പ്രതിനിധി ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. ഐക്യരാഷ്ട്രസഭ എന്നത് നോക്കുകുത്തിയായി എന്ന് ഇറാൻ പ്രതിനിധി കുറ്റപ്പെടുത്തി. മാത്രമല്ല, ഇറാനെ തകർക്കാൻ വേണ്ടി അമേരിക്ക നടത്തുന്ന ശ്രമങ്ങൾ എണ്ണി അദ്ദേഹം പറഞ്ഞു. ചുരുക്കത്തിൽ ഇവരെല്ലാം അമേരിക്കയുടെ ഈ നടപടിയോട്, വെനസ്വേലൻ പ്രസിഡന്റ് മഡ്രോയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പിടിച്ചുകൊണ്ടുപോയ നടപടിയോട് ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ്. അവരെല്ലാം അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു. ഇറാൻ പ്രസിഡന്റ് ഖൊമൈനി റഷ്യയിലേക്ക് പോകും എന്ന വാർത്തയ്ക്ക് 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ഖൊമൈനി ട്രംപിന്റെ മുഖത്ത് നോക്കി പറയുന്നു, പേടിച്ചു പോയെന്ന് പറഞ്ഞേക്ക് അമേരിക്കയോട് പറയുന്നു. 2, റഷ്യയിലേക്ക് പോകുന്നത് ഖൊമൈനിയുടെ വമ്പൻ തന്ത്രമാണ്. കാരണം അവിടെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് ശക്തമാണ്. അവരെ ഏകോപിപ്പിച്ച ശേഷം സ്വന്തം സുരക്ഷയ്ക്കായി ഖൊമൈനി റഷ്യയിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല. കാരണം ഇറാൻ ഭരണകൂടം സുസ്ഥിരമാണ്. ഇറാനിൽ കയറി കളിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. ഖൊമൈനിയെ വധിക്കാൻ അമേരിക്കയും ഇസ്രായേലും ശ്രമിക്കുന്നുണ്ട്. ഖൊമൈനിയെ ഇറാനിൽ ചെന്ന് പിടിച്ചുകൊണ്ടുപോകാൻ സാധിക്കില്ലെങ്കിലും അട്ടിമറിയിലൂടെ, ചതിപ്രയോഗത്തിലൂടെ അദ്ദേഹത്തെ വധിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സുരക്ഷിത സ്ഥാനം തേടി ഖൊമൈനിയെ ഇറാൻ സർക്കാർ റഷ്യയിലേക്ക് മാറ്റാം. റഷ്യയും ഖൊമൈനിയും തമ്മിലുള്ള, വ്ളാഡിമിർ പുടിനും ഖൊമൈനിയും തമ്മിലുള്ള ബന്ധം അത്ര സുദൃഢമാണ്. റഷ്യയിൽ കയറി ഖൊമൈനിയെ തൊട്ട് കഴിഞ്ഞാൽ കളി മാറും. റഷ്യ എന്തെന്ന് അമേരിക്ക അറിയും. യുക്രൈനും റഷ്യയുമായുള്ള യുദ്ധത്തിൽ ഉക്രൈനെ നേരിട്ടിറങ്ങി സഹായിക്കാൻ അമേരിക്കയ്ക്ക് മടിയാണ്. അമേരിക്കൻ സൈന്യം ഉക്രൈനെ സഹായിക്കാൻ എത്തിയിട്ടില്ല ഇതുവരെ. പകരം അവർക്ക് ആയുധങ്ങൾ കൊടുക്കുന്നു. ആയുധങ്ങൾ കൊടുത്ത് അവരെ സഹായിക്കുന്നു. എന്തായാലും ഇവരെല്ലാം അമേരിക്കയുടെ മുഖത്ത് നോക്കി പറയുന്ന ഒരു വാക്കുണ്ട്, പേടിച്ചു പോയെന്ന് പറഞ്ഞേക്ക്. കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ തകർപ്പൻ ഡയലോഗുകളിലൂടെ ഇപ്പോൾ ലോകശ്രദ്ധ ആകർഷിക്കുന്നു. കൊച്ചു രാജ്യമാണ് കൊളംബിയയും മയക്കുമരുന്ന് കടത്തുന്നുണ്ട് എന്നാണ് അമേരിക്കയുടെ ആരോപണം. ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റായ ഗുസ്താവോ പെട്രോയാണ് പറഞ്ഞിരിക്കുന്നത്, ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ, എന്നെ പിടിച്ചുകൊണ്ട് പോകൂ. ലാറ്റിൻ അമേരിക്കയിലെ ഇടതുപക്ഷ ഭരണകൂടങ്ങൾ ഒന്നടങ്കം അമേരിക്കയ്ക്ക് എതിരാണ്. ആ എതിർപ്പ് ട്രംപ് ഇപ്പോൾ തിരിച്ചറിയുന്നു.
ഖൊമേനിയെ വധിക്കാനുള്ള പദ്ധതികളൊക്കെ ഇസ്രായേലും അമേരിക്കയും തയ്യാറാക്കുന്നുണ്ട്. സ്വന്തം രാജ്യത്ത് ആക്രമണം, അട്ടിമറിയോ ചതിയോ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഇറാൻ ഇന്റലിജൻസും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഖൊമൈനി റഷ്യയിലേക്ക് പോകാം. അത് പേടിച്ചുള്ള ഓട്ടമല്ല, മറിച്ച് അമേരിക്കയെ കീഴടക്കാനുള്ള സർവ്വസന്നാഹവും തൻ്റെ രാജ്യത്ത് ഒരുക്കിയിട്ട് അദ്ദേഹം മാറി നിന്നേക്കാം. ചുരുക്കത്തിൽ എല്ലാവരും അമേരിക്കയോട് പറയുന്ന വാക്കാണ് പേടിച്ചു പോയെന്ന് പറഞ്ഞേക്ക്. പണി പാളിയിരിക്കുന്നു ട്രംപിന്. ഇറാൻ മിസൈലുകൾ അമേരിക്കയെ ലാക്കാക്കി വിന്യസിച്ചു കഴിഞ്ഞു. കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ തൻ്റെ കുഞ്ഞൻ സൈന്യത്തെ ഒരുക്കി നിർത്തിയിരിക്കുന്നു. ക്യൂബ അമേരിക്കയ്ക്കെതിരെ പോരാടുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് എല്ലാവിധ സഹകരണവുമായി നിൽക്കുന്നു. എന്തായാലും വെനസ്വലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി വീരവാദം മുഴക്കിയ ട്രംപിന് ഇപ്പോൾ ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്ന് തിരിച്ചടിയാണ് ലഭിക്കുന്നത്. വെനസ്വേലയിലേക്ക് റഷ്യൻ ആയുധങ്ങൾ എത്തുമോ എന്ന ഭയം, എന്ന ഭീതി അമേരിക്കയ്ക്കുണ്ട്. അതും സംഭവിച്ചേക്കാം. വെനസ്വേലയിലുള്ള റഷ്യൻ കപ്പലുകൾക്ക് സംരക്ഷണം നൽകിക്കൊണ്ട് റഷ്യൻ നാവികസേന എത്തിക്കഴിഞ്ഞു എന്ന റിപ്പോർട്ടും ഇതിനോടകം പുറത്തു വരുന്നു. വെനസ്വേലയും റഷ്യയും തമ്മിൽ എണ്ണ വ്യാപാരത്തിൽ കരാറുണ്ട്, മറ്റ് വ്യാപാര കരാറുകൾ ഉണ്ട്. മദ്രോയെ അമേരിക്ക പിടിച്ചുകൊണ്ടുപോയത് റഷ്യക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവർ ക്ഷുഭിതരാണ്. പക്ഷേ ട്രംപിനെ പോലെയല്ല പുടിൻ. എടുത്തു ചാടി ഒന്നും ചെയ്യാതെ പതിയെ ശത്രുവിനെ നിഗ്രഹിക്കുന്ന സ്വഭാവക്കാരനാണ് പുടിൻ. ഉക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക അത് നന്നായി അനുഭവിച്ച് അറിഞ്ഞതാണ്. ഉക്രൈന് വേണ്ടി അമേരിക്ക മുടക്കിയ പണമെല്ലാം നഷ്ടക്കച്ചവടമായി മാറി. ഉക്രൈൻ്റെ കിഴക്കൻ പ്രവിശ്യകളിൽ വൻ മുന്നേറ്റമാണ് റഷ്യൻ സേന ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും ഖൊമൈനിയുടെയും ഗുസ്താവോ പെട്രോയുടെയും സിംഹഗർജനങ്ങൾ ലോകത്തെ ത്രസിപ്പിക്കുന്നു. അവർ അധിനിവേശത്തിനെതിരെ പോരാടുന്ന ജനതയുടെ നേതാക്കളാണ്. അവർക്ക് അധിനിവേശമെന്നാൽ അടിമത്തമാണ്. അടിമത്തത്തിൻ്റെ ചങ്ങലകൾ അവർ പൊട്ടിച്ചെറിയും അവരാൽ കഴിയും വിധം. ഇറാനെ ഒന്ന് തൊട്ടു നോക്കൂ എന്നാണ് ഇറാൻ അമേരിക്കയ്ക്ക് നേരെ മിസൈലുകൾ, അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ, പശ്ചിമേഷ്യയിലുള്ള ഗൾഫിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ മിസൈലുകൾ വിന്യസിച്ചുകൊണ്ട് പറയുന്നത്. ഞങ്ങളെ ഒന്ന് തൊട്ടു നോക്കൂ, തൊടുമ്പോൾ അറിയാം അതിൻ്റെ കനൽ എങ്ങനെയാകുമെന്ന്, അതിൻ്റെ പൊട്ടിത്തെറി എങ്ങനെയാകുമെന്ന്. 6 മാസം മുമ്പ് നടന്ന യുദ്ധത്തിൽ ഇസ്രായേൽ യുദ്ധം, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആക്രമണത്തിന് മുമ്പിൽ ഒറ്റയ്ക്ക് പിടിച്ചു നിന്ന ഇറാനെ ലോകം കണ്ടു. ഇപ്പോൾ ഖൊമൈനി റഷ്യയിലേക്ക് പോകുന്നു എന്ന വാർത്ത വരുമ്പോൾ അത് പേടിച്ചുള്ള പോക്കല്ല. അദ്ദേഹത്തിൻ്റെ ജീവന്റെ സുരക്ഷിതത്വം റഷ്യക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. കാരണം ഇറാന്റെ നിതാന്ത സുഹൃത്താണ് റഷ്യ. റഷ്യയിലേക്ക് പോകും മുമ്പ് തൻ്റെ സൈന്യത്തെ, റവല്യൂഷണറി ഗാർഡ് ക്രോപ്സിനെ കൃത്യമായി അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുകയാണ് ഖൊമൈനി.